തിരുവനന്തപുരം കുന്നത്തുകാലിൽ മരിച്ച വയോധിയുടെ കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തി. 17 ദിവസം മുമ്പാണ് 75 വയസ്സുകാരി സെലീനാമ്മ മരിച്ചത്. ശരീരത്തിൽ കണ്ട മുറിവുകളും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായതുമാണ് സംശയങ്ങൾക്കിടയാക്കിയത്. അസ്വാഭാവികതയില്ലെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഫോറൻസിക് പരിശോധനാ ഫലം വന്നാലേ മരണകാരണം വ്യക്തമാകൂ. സെലീനാമ്മയുടെ ആഭരണങ്ങൾ മോഷണം പോയതിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ജനുവരി 17-നാണ് സെലീനാമ്മയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റിട്ടയർഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരുന്ന ഇവർ ഒറ്റയ്ക്കായിരുന്നു താമസം. വീട്ടുജോലിക്ക് സഹായിക്കുന്ന സ്ത്രീയാണ് മരണവിവരം നാട്ടുകാരെ അറിയിക്കുന്നത്. സ്വാഭാവിക മരണമാണെന്ന് കരുതി ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പിറ്റേ ദിവസം പള്ളിയിൽ സംസ്കരിച്ചു. സെലീനാമ്മയുടെ ശരീരത്തിലെ ആഭരണങ്ങൾ മകൻ രാജന് കൈമാറി. ഇത് പണയം വയ്ക്കാൻ കൊടുത്തപ്പോഴാണ് മാല മുക്കുപണ്ടമാണെന്ന് അറിയുന്നത്. തുടർന്ന് വീട്ടിലെ അലമാര തുറന്ന് പരിശോധിച്ചപ്പോൾ അവിടുന്ന് സ്വർണം നഷ്ടമായെന്ന് മനസ്സിലായി. ഇതോടെയാണ് മരണത്തിൽ സംശയം തോന്നിയത്. ഈ അടുത്ത ദിവസം, അതായത് കഴിഞ്ഞ മാസം 6-ാം തീയതി ഈ ജോയ് ആലുക്കാസിൽ നിന്ന് 3 പവൻ്റെ ആഭരണം വാങ്ങിച്ചിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ കുറച്ച് 2 വളയും മോതിരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴേക്കും പിന്നെയാണ് ബന്ധുക്കൾക്ക് എല്ലാവർക്കും സംശയമായി. ആ സംശയം എനിക്കും ബലപ്പെട്ടു. അപ്പം പിന്നെ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ സ്റ്റേഷനിൽ പരാതിപ്പെടുകയും സെലീനാമ്മയുടെ മകൻ രാജൻ നൽകിയ പരാതിയിൽ പാറശാല പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കല്ലറ പൊളിക്കാൻ തഹസിൽദാർ ഉത്തരവിട്ടിരുന്നു. കുടുംബത്തിന്റെ സാന്നിധ്യത്തിൽ രാവിലെ 11 മണിയോടെ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തു. കല്ലറയ്ക്ക് സമീപത്ത് വെച്ച് തന്നെയാണ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടന്നത്. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് പറയത്തക്ക രീതി ഒന്നും നമുക്ക് ഇപ്പോൾ പറയത്തക്ക രീതിയിലുള്ള ഒന്നും ഒരു കാര്യങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം പറയാം. മൃതദേഹം അതേ കല്ലറയിൽ തന്നെ വീണ്ടും സംസ്കരിച്ചു. 24 തിരുവനന്തപുരം.